നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ച ചരിത്രം മുഴുവൻ സത്യമല്ല. ഇന്ത്യയെ ബ്രിട്ടീഷുകാർ എങ്ങനെ പിടിച്ചെടുത്തു എന്ന് നിങ്ങൾക്ക് വാസ്തവത്തിൽ അറിയാമോ? ഇത് വെറും ഒരു കച്ചവടമായി തുടങ്ങിയതായിരുന്നു. പക്ഷേ അത് നമ്മുടെ ദേശത്തെ അടിമയാക്കിയ കഥയായി മാറി. 1600-ൽ ഇംഗ്ലണ്ടിലെ ഒരു സ്വകാര്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് ഒരു ചെറിയ വാണിജ്യ ലക്ഷ്യത്തോടെ കടന്നു വരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് പെപ്പർ, കാപ്പി, സ്പൈസസ് അത്രമാത്രം. പക്ഷേ അവർ കണ്ടത് വിവിധ രാജാക്കന്മാർ തമ്മിലുള്ള തർക്കം, പണം കിട്ടാൻ തയ്യാറായ രാജവംശങ്ങൾ. ഇത് അവർക്കൊരു തന്ത്രം നൽകി. ഡിവൈഡ് ആൻഡ് റൂൾ. പട്ടണങ്ങളിൽ കൊത്തിക്കല്ലുകൾ കൊണ്ടുള്ള കൊട്ടാരങ്ങൾ, ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ ഇവയെല്ലാം അവർ നോക്കി ചിന്തിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇവരെ പറ്റിക്കാനാവൂ, വാണിജ്യത്തിൻ്റെ പേരിൽ ഭരിക്കാം. അങ്ങനെ കൊച്ചിയിലെ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഇവരൊക്കെ എത്തി. പക്ഷേ ഒടുവിൽ ജയിച്ചത് ഇംഗ്ലീഷുകാരാണ്. അവരെന്ത് ചെയ്തു? വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. പിന്നെ സൈനിക സംരക്ഷണത്തിന് രക്ഷിതാക്കളായി. പിന്നെ രാജാക്കന്മാരെ ധനസഹായം നൽകി നിയന്ത്രണത്തിൽ കെടുത്തി. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം പ്ലാസിയുടെ യുദ്ധമാണ്. സിറാജുദ്ദൗല എന്ന യുവ നവാബിനെ തോൽപ്പിക്കാൻ കമ്പനി ആസൂത്രണം ചെയ്തു. മിർജാഫർ എന്ന ഒരാൾ അയാളെ ഒറ്റിക്കൊടുത്തു. നമ്മുടെ ദേശവും. ഇതോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെറും കച്ചവടക്കാരായി മാറിയില്ല, അവർ നമ്മുടെ ഭരണാധികാരികളായി. നമുക്ക് തോന്നും അവന്മാർ ദുഷ്ടന്മാരാണ്, കമ്പനി വിചിത്രം ചെയ്തു. പക്ഷേ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ രാജാക്കന്മാർക്ക് ഒന്നിച്ചു നിൽക്കാനായില്ലേ? അവരിൽ പലരും പണത്തിനും പദവിക്കും വേണ്ടി സ്വന്തം ദേശം വിറ്റു. ഇങ്ങനെ ഇന്ത്യ അതിജീവിച്ചു വന്ന മഹത്തായ സംസ്കാരങ്ങളുള്ള ഭൂമി ഇപ്പോൾ ഇവർ വന്നതിനു ശേഷം ഒരുവിധം വാണിജ്യ അടിമത്തത്തിലേക്ക് പഴുതിപ്പോയി. ബ്രിട്ടീഷുകാരുടെ ഭരണം കമ്പനി ഭരണമായിരുന്നു, പിന്നെ സജീവ ഭരണമായി. 1858-ൽ ഇന്ത്യൻ സമരം ക്രഷ്ഡാക്കിയ ശേഷം കമ്പനി ഭരണം മുതൽ രാജഭരണമായിരുന്നു. ഇത് തീർച്ചയായും ചരിത്രത്തിലെ വലിയ കള്ളമാണ്. അവർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയെ അവർ അതിജീവിക്കാൻ പഠിപ്പിക്കും, നമുക്ക് സിവിലൈസേഷൻ തരും, നമ്മുടെ സംസ്കാരങ്ങൾ മെച്ചപ്പെടുത്തും എന്നൊക്കെ ആയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്ത്യയെ അവർ അതിജീവിക്കാൻ സഹായിച്ചവരല്ല, അവർ നമ്മുടെ സമ്പത്ത് കുഴിച്ചെടുത്തവരായിരുന്നു. അവർ ഒപ്പം കൊണ്ടുപോയത് സ്വർണവും സംസ്കാരവുമാണ്. ഇനി നിങ്ങൾക്കറിയേണ്ടത് ഈ തന്ത്രങ്ങൾ എങ്ങനെ 1857-ലെ വിപ്ലവത്തിലേക്ക് നയിച്ചത്. എന്താണ് സിപ്പായി ലഹളയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം? അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി കേൾക്കാനുണ്ട് 1857-ലെ തീപിടിച്ച വിപ്ലവം, മംഗൽ പാണ്ഡെയുടെ യഥാർത്ഥ കഥ. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.